ഡോക്ടർ മേരി ജോർജ് മാഡം, പുതിയ UDF സർക്കാർ ഇന്നു മുതൽ കേരളം ഭരിച്ചു തുടങ്ങുന്നു. ഒരുപാട് പ്രതീക്ഷകളുണ്ട് സംസ്ഥാനത്തിനും ഒപ്പം തന്നെ ജനത്തിനും. നമ്മൾ കഴിഞ്ഞ ദിവസം സതീഷിന്റെ ലാളിത്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ചെലവ് ചുരുക്കൽ നല്ല തുടക്കമാണ് എന്ന് മാഡം സൂചിപ്പിക്കുകയും ചെയ്തതാണ്. ഇനി ചോദിക്കാനുള്ളത്, ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ പിണറായി സർക്കാർ. അതിനെതിരെയെല്ലാം മാഡം തുറന്നടിക്കുകയും ചെയ്തതാണ്. പുതിയ സർക്കാർ വരുമ്പോൾ ഇതേക്കുറിച്ചെല്ലാം അന്വേഷിക്കേണ്ടേ? അന്വേഷണം വന്ന് അനർഹരെ പിരിച്ചുവിടുമെന്ന് പ്രതീക്ഷിക്കാമോ? അന്വേഷണം നടത്തണം, പക്ഷേ അനർഹരെ പിരിച്ചുവിടാൻ പറ്റുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ഈ പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടത്തുന്നത് റെഗുലറൈസ് ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവസാനത്തെ ഒരു കണ്ണി നമുക്ക് ഓർമ്മയുണ്ട്. പോലീസിലേക്ക് എടുക്കാനായിട്ട് ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതായത് അയാൾ ഒരു ബോഡി ബിൽഡറായിരുന്ന ആൾക്ക് പിൻവാതിൽ നിയമനം കൊടുത്തു. പക്ഷേ അവസാനത്തെ ഒരു ടെസ്റ്റിലോ മറ്റോ അയാൾ ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് പിൻവാതിൽ നിയമനം നടന്നില്ല എന്ന് കേട്ടു. പക്ഷേ അയാളെയും പിൻവാതിൽ നിയമനം നടത്തിയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ലക്ഷക്കണക്കിന് ആൾക്കാരെയാണ് വിവിധ സാഹചര്യങ്ങളിലേക്ക് പിൻവാതിൽ വഴി, അത് വിവിധ സാഹചര്യങ്ങളിലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെയാണ് 40-ലധികം വെൽഫെയർ ബോർഡ്സ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹം ഇപ്പോഴും റിട്ടയർ ചെയ്ത് വർഷങ്ങളായിട്ട് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുകയായിരുന്നു LDF ഗവൺമെൻറ്റിൻ്റെ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് വെൽഫെയർ ബോർഡ് മതി, എല്ലാ തരം ജീവനക്കാരുടെയും വെൽഫെയർ നോക്കാനായിട്ട് ഒരു വെൽഫെയർ ബോർഡ് പോരെ. ഒരു വെൽഫെയർ ബോർഡ്, ആ ബോർഡിൽ ഒതുങ്ങുന്ന ചെലവുകൾ, എന്തുമാത്രം പണം നമുക്ക് ലാഭിക്കാൻ കഴിയും. അതിൻ്റെ സ്ഥാനത്താണ് കൊയർ വർക്കേഴ്സിന് ഒരു വെൽഫെയർ ബോർഡ്, ഖാദിക്കൊരു വെൽഫെയർ ബോർഡ്, ഈ തരത്തിൽ സമസ്തം 40-41 അതിലധികമോ വെൽഫെയർ ബോർഡ്സ് ഉണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ കുട കീഴിൽ കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ആ ചെലവുകളെല്ലാം 40-1 ചുരുക്കാവുന്നതാണ്. പക്ഷേ അത് രാഷ്ട്രീയത്തിൻ്റെ കുഴപ്പമാണ്. രാഷ്ട്രീയത്തിൽ ചാടി മറിഞ്ഞ് നടക്കുന്നവർ, രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം ബലിയാടാക്കിയവർ, അവർ രാഷ്ട്രീയത്തിന് വേണ്ടി ബലിയാടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വേറെ ഒന്നിനും കൊള്ളാത്തതിന് വേണ്ടിയാണ് ഒരുപാട് പേരും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുകയല്ല, ഒരിക്കലും ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. പലരും സേവന സന്നദ്ധത കൊണ്ട് അതവരുടെ മനസ്സിൽ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന വികാരമായതുകൊണ്ട് തന്നെ രാഷ്ട്ര സേവനത്തിന് വരുന്നവരുണ്ട്. മഹാത്മാഗാന്ധിയെ പോലെ അദ്ദേഹം നല്ലൊരു ഗുമസ്തനായിട്ട് ദക്ഷിണാഫ്രിക്കയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വലിയ വരുമാനമുള്ളൊരു വക്കീലായിരുന്ന ആളാണ്. ആ ജോലിയെല്ലാം കളഞ്ഞിട്ട് മാതൃരാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ പ്രവർത്തിച്ചതും സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ വർഷങ്ങളോളം നടത്തി നമ്മളെ ചോര ചിന്താത്ത നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ, സമര പരിപാടികളിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്നത്. അപ്പോൾ അത്തരമുള്ള മഹാരഥന്മാർ ഒരുപാട് പേരുണ്ട് രാഷ്ട്രീയത്തിൽ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഒന്നിനും കൊള്ളാതെ ഒന്നും പഠിച്ച് നന്നാവില്ല, പഠിച്ചൊന്നും ഒരു കാരണവശാലും നന്നാവില്ല എന്നുള്ളവരും വെറുതെ രാഷ്ട്രീയത്തിലേക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജീവിക്കാനുള്ള മാർഗം കണ്ടെത്താമെന്ന് കരുതുന്നവരും ഉണ്ട്. പക്ഷേ അത്തരക്കാരെയൊക്കെ കുടിയിരുത്താനുള്ള ഒരു മേഖലയാണ് രാഷ്ട്രീയമെന്ന് വിചാരിച്ചാൽ, സർക്കാരിൻ്റെ വകുപ്പുകളെന്ന് വിചാരിച്ചാൽ അവിടെ വലിയ അപകടം. അങ്ങനെ വിചാരിച്ചതിൻ്റെ അപകടമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു സാഹചര്യത്തിൽ ഈ പിൻവാതിൽ നിയമനം വലിയ ഒരു ശാപമാണ് കേരളത്തിൻ്റെ. പ്രത്യേകിച്ച് LDF ഗവൺമെൻറ് വരുമ്പോൾ. ഇപ്പോൾ LDF ഗവൺമെൻറ് വരുമ്പോൾ ഒരു ശാപമാണെന്നുള്ളതിൻ്റെ തെളിവുണ്ട്. ഇപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നോക്കിയാൽ എത്ര പേരെ പിൻവാതിലിലൂടെ നിയമിച്ചു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ തന്നെ അതിനൊന്നും പോകണ്ട, ഭരണപരിഷ്കാര കമ്മീഷൻ, ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് തന്നെ അപ്പോയിൻ്റ് ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ പഠനമെല്ലാം കഴിഞ്ഞ് അവരുടെ ആ റിസർച്ച്, അതിനെ പറ്റിയുള്ള പഠനാന്വേഷണങ്ങളെല്ലാം കഴിഞ്ഞ് അവർ പറഞ്ഞത് പിൻവാതിൽ നിയമനം വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്, ആ പിൻവാതിൽ അടയ്ക്കൂ എന്നാണ് ആ ഭരണപരിഷ്കാര കമ്മീഷൻ അവരുടെ റിപ്പോർട്ടിൽ എഴുതിയത്. കാരണം അവർക്കറിയാം
PSC വഴി കഴിവ് തെളിയിച്ച് ആവശ്യമുള്ള ക്വാളിഫിക്കേഷനും കഴിവും തെളിയിച്ച് വരുന്നവരാണ് PSC വഴി തിരഞ്ഞെടുക്കപ്പെടുന്നവർ. അതേ സമയത്ത് പിൻവാതിൽ വഴി വരുന്നവർക്ക് ഈ പറയപ്പെട്ട യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല. അവർ ആരുടെയെങ്കിലും പാർശ്വവർത്തിയായിട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. അവർക്ക് നമ്മുടെ ഭരണരംഗത്ത് ഒരു സംഭാവനയും ചെയ്യാൻ കഴിയുകയില്ല. അത്തരക്കാരുടെ ഒരു കൂത്തരങ്ങായി തീർന്നിരിക്കുകയാണ് കേരളത്തിൻ്റെ. അതായത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അതായത് LDFിലെ ഒരു വലിയ നേതാവ്, ഒരു ഉദ്യോഗസ്ഥനും നേതാവും ഒക്കെ ആയ ഒരാളുടെ ഭാര്യ, അവരും ഒരു നല്ല ഉദ്യോഗസ്ഥയൊക്കെ ആയിരുന്നു. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്, പറയണില്ല. അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, LDF ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സഖാക്കളുടെ ഭരണമാണെന്ന്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പുറംവാതിലിലൂടെ നിയമിക്കുന്നവർ അല്ലാതെ തന്നെ സെക്രട്ടേറിയറ്റിലൊക്കെ സഖാക്കൾ ഇഷ്ടം പോലെ കയറി ഇറങ്ങി നടന്ന് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ശരിക്കും ഭരണമില്ല. സഖാക്കൾ ഭരണം എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അതുപോലെ വേണ്ട രീതിയിൽ നടത്തിയെടുക്കുക. അതാണ് അവർ പ്ലാനിംഗ് ബോർഡിലും സെക്രട്ടേറിയറ്റിലും ഒക്കെ അതാണ് എന്നാണ് എന്നോട് എൻ്റെ ആ സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഒരു സംസ്ഥാനത്ത് ഈ പറയപ്പെട്ട ഭരണം, അതായത് ഈ ഇഷ്ടക്കാരെ തിരികെ കയറ്റി കാര്യക്ഷമത കെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കണം. ഈ കഴിഞ്ഞ 10 വർഷക്കാലം സെക്രട്ടേറിയറ്റിന് മുൻപിലുണ്ടായിരുന്ന സമരങ്ങളുടെ ഒരു രീതി നമ്മൾ നോക്കണം. ആശാ സമരം തൊട്ട്, അതായത് എന്താണ് പറയുക, ഏറ്റവും PSC ലിസ്റ്റിലെ ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നവർ പോലും നോക്കി ഇരുന്നിരുന്ന് അവസാന അപ്പോയിൻമെൻറ്റ് നടത്താതെ ശയന പ്രദക്ഷിണം നടത്തുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. പട്ടിണി സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. മുടിമുറിച്ച് സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെല്ലാം തരം സമരങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത്. അപ്പോഴൊക്കെ ഓർക്കണം, കഷ്ടപ്പെട്ട് ട്യൂഷൻ സെൻറ്ററിലൊക്കെ പോയി പഠിച്ച് PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന കുട്ടികളാണ് അവരിലധികം പേരും. അതുപോലെ സ്പോർട്സിലൊക്കെ മികവ് തെളിയിച്ച്, അന്താരാഷ്ട്ര രംഗത്ത് മികവ് തെളിയിച്ച് വന്നവർ പോലും തൊഴിൽ കിട്ടാതെ സങ്കടപ്പെടുന്ന കഥകൾ, അതായത് ജീവിക്കാൻ മാർഗമില്ലാതെ ഉഴലുന്ന കഥകൾ പലപ്പോഴും ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ തന്നെ ചൂടോടെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിൻവാതിൽ നിയമനം വലിയ തോതിൽ നടന്നിട്ടുണ്ട്. എന്നിട്ട് പിണറായി വിജയൻ തന്നെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ തന്നെ ഒരിക്കൽ പറയുകയുണ്ടായി, കേരളത്തിലാണ് PSC വഴി ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നത് എന്ന്. അപ്പോൾ നമുക്കറിയാം PSC വഴിയല്ല ഈ പറയപ്പെട്ട പിൻവാതിൽ നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത് എന്നറിയാം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് പിൻവാതിൽ നിയമനങ്ങൾ വഴി കടന്നു വന്നവരെയൊക്കെ പിരിച്ചു വിടേണ്ടതാണ് അനിവാര്യമായിട്ടും. പക്ഷേ അതിന് പഴുതുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിയമവിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്താലല്ലാതെ, അതായത് റെഗുലറൈസ് ചെയ്തിട്ടാണ് ഗവൺമെൻറ് പോയത് എന്ന് പറയുമ്പോൾ പിരിച്ചുവിടാൻ എളുപ്പമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ പഴുതുകൾ ഉണ്ടെങ്കിൽ ആ പഴുതുകൾ ഉപയോഗിച്ച് ശ്രമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മനുഷ്യർക്ക് കഴിയുമോ എന്ന് സംശയമാണ്. കാരണം ഇങ്ങനെയൊക്കെ പിൻവാതിലൂടെയൊക്കെ വന്ന് കയറിയിരിക്കുന്നവരും മറ്റു തൊഴിലുകളോ ഒന്നും ഇല്ലാത്തവരും ജീവിക്കാൻ മാർഗ്ഗമില്ലാത്തവരും ഒക്കെ ആണെങ്കിൽ ഇറങ്ങിപ്പോകും എന്നും പറഞ്ഞിട്ട് എങ്ങനെ ഇറക്കി വിടാൻ പറ്റും ഒരു ഗവൺമെൻറ്റിന്? അതും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഗവൺമെൻറ്റിന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്നല്ലാതെ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായൊരു തീരുമാനം, ഒന്നാമത് റെഗുലറൈസ് ചെയ്തു പോയവരാണ്, അതുകൊണ്ടൊരു തീരുമാനം മറിച്ചെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തീർച്ചയായിട്ടും. ഡോക്ടർ മേരി ജോർജ് മാഡം, നമ്മൾ അനർഹരെ അല്ലെങ്കിൽ പിൻവാതിലിലൂടെ നിയമിതരായവരെ പിരിച്ചുവിടുമോ എന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടെ PSC പോലുള്ള സ്ഥാപനങ്ങളിൽ പോലും സർക്കാർ ഒരുപാട് പേരെ വെറുതെ തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ. സ്ഥാനം കിട്ടാത്ത നേതാക്കളെ ഓരോ ബോർഡിലും കുത്തിക്കയറ്റുന്ന സമീപനം കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിരുന്നു. ഈ സർക്കാരിൽ അങ്ങനെ ഉണ്ടാകുമോ എന്നത് കണ്ടറിയണം. ശരിക്കും സതീശൻ സർക്കാരിൽ ഈ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? അത് നിർബന്ധമായും മാറ്റം വരുത്തേണ്ട ഒന്നല്ലേ? നമുക്കറിയാം, ഈ വെൽഫെയർ ബോർഡ്സ് തന്നെ കേരളത്തിൽ 40-ലധികം വെൽഫെയർ ബോർഡ്സ് ഉണ്ട്. ഒറ്റ ബോർഡിൻ്റെ കീഴിൽ ചെയ്യാവുന്ന കർമ്മങ്ങളാണ് 40-ലധികം വെൽഫെയർ ബോർഡ്സിന് വേണ്ടി ചെയ്യുന്നത്. നമുക്കറിയാം, പിണറായി വിജയൻ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ ഇപ്പോൾ 2022 P. ജയരാജനെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസിൻ്റെ വൈസ് ചെയർമാനായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നു.
അപ്പോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അദ്ദേഹം അന്ന് അതുവരെ ഉണ്ടായിരുന്ന വൈസ് ചെയർമാൻ ഉപയോഗിച്ചിരുന്ന കാറ് 4-5 വർഷം ഉപയോഗിച്ച കാറാണ്. അത് കാരണം കൊണ്ട് ആ കാറ് മാറ്റിയിട്ട് 35 ലക്ഷം രൂപ കൊടുത്ത് ഒരു പുതിയ കാറ്, 35 ലക്ഷമോ അതിൽ കൂടുതലോ കൊടുത്ത് ഒരു പുതിയ ഇന്നോവയാണെന്ന് തോന്നുന്നു, ഒരു പുതിയ കാറ് വാങ്ങുന്നു അദ്ദേഹത്തിന്. അപ്പം നമ്മൾ എന്താ ഓർക്കേണ്ടത്? അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഈ സംസ്ഥാനത്തെയാണ് ഒറ്റിക്കൊടുക്കുന്നത് ആ വഴിയിൽ. എന്താ കാരണം? 2022 ബജറ്റിലാണ് കേന്ദ്ര ഗവൺമെൻറ്, അതായത് നിർമ്മല സീതാരാമൻ ഒരു നിയമം, വണ്ടി പൊളിക്കൽ നിയമം കൊണ്ടുവന്നത്. ആ നിയമത്തിൽ എന്താ പറയുന്നതെന്നറിയാമോ? പേഴ്സണൽ വെഹിക്കിൾസ് ആണ് എന്നുണ്ടെങ്കിൽ, വ്യക്തികൾക്ക് ഉപയോഗിക്കാനുള്ള വണ്ടികളാണെങ്കിൽ 20 വർഷം ഉപയോഗിച്ചതിന് ശേഷം നല്ല പക്കായാണോ എന്നറിയാൻ രജിസ്ട്രേഷൻ വകുപ്പിനെ കാണിച്ച് പക്കായാണ് എങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് 4-5 വർഷം കൂടെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ വണ്ടി പൊളിക്കൽ, സ്ക്രാപ്പേജ് പോളിസി വെച്ച് ആ വാഹനം പൊളിക്കണം. അതായത് അങ്ങനെയുള്ള വാഹനങ്ങൾ പൊല്യൂഷൻ ഉണ്ടാക്കും, അതുകൊണ്ടാണ് അത് പൊളിക്കണമെന്ന്. അങ്ങനെ പൊളിക്കൽ നിയമം 2022 ബജറ്റ് 22-23 ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം നിലവിലിരിക്കെ ആണ് ഇവിടെ എന്താ സംഭവിച്ചത്? 3-4 വർഷം മാത്രം ഉപയോഗിച്ച സ്വന്തം തൊട്ട് മുൻപുണ്ടായിരുന്ന വൈസ് ചെയർമാൻ ഉപയോഗിച്ച കാറിനെ മാറ്റിയിട്ട് ഒരു പുതിയ കാറ് 35 ലക്ഷമോ അതിൽ കൂടുതലോ കൊടുത്ത് വാങ്ങുന്നു മിസ്റ്റർ പി ജയരാജൻ, അതിൻ്റെ വില്ലേജ് ആൻഡ് ഖാദി ഇൻഡസ്ട്രീസിൻ്റെ വൈസ് ചെയർമാനായിട്ട് വരുമ്പോൾ. ഇതുപോലെയാണ് ഈ 40 ബോർഡുകളിലും ഗവൺമെൻറ്റിന് വേണ്ടപ്പെട്ടവർ 41 ബോർഡുണ്ട്, വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റുന്നു. അവർക്ക് വേണ്ടി ആഡംബര വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ആഡംബര സ്റ്റാഫ്, അവിടെയുള്ള സ്റ്റാഫ് അവരുടെ വേണ്ടപ്പെട്ടവരായിരിക്കത്തില്ല, അവരുടെ വേണ്ടപ്പെട്ടവരെ പിൻവാതിൽ വഴിയായിട്ട് നിയമിച്ചു കൊടുക്കുന്നു. ഈ തരത്തിലുള്ള ധാരാളം കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ ഇതിനു മുൻപുള്ള UDF ഗവൺമെൻറ്റുകളും കുറേയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. എന്തായാലും ഇതിനൊക്കെ തടയിടേണ്ടത് പൊതുജനമാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. സതീശൻ സർക്കാർ ഒരു കാരണവശാലും ഇത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഒരുപക്ഷെ മറ്റ് സഹമന്ത്രിമാരിൽ നിന്ന് പ്രഷർ ഉണ്ടായാൽ പോലും ഈ പിൻവാതിൽ നിയമനവും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട കഴിയുമെങ്കിൽ ഈ പറയപ്പെട്ട എല്ലാ ബോർഡുകളെയും കൂടി ഏകോപിപ്പിച്ച് 1, 2, 3, 4 ആകട്ടെ, 40 ഉള്ളതിനേക്കാൾ ഒരുപാട് കുറയുമല്ലോ 4ആയിട്ടൊക്കെ ചുരുങ്ങിയാൽ. അങ്ങനെ ചുരുക്കണം എന്ന് മാത്രവുമല്ല, പിൻവാതിൽ നിയമനം നടത്താതെ കാര്യക്ഷമതയുള്ളവരെ മാത്രം അതിലൊക്കെ ഉദ്യോഗസ്ഥരാക്കി വയ്ക്കുക, അതൊക്കെ ചെയ്യും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. അതായത് ജനങ്ങൾ ശ്രീ VD സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഈ തരത്തിലുള്ള ചെലവ് ചുരുക്കൽ പദ്ധതികളാണ്. ചെലവ് ചുരുങ്ങിയത് കൊണ്ട് മാത്രം ഇവിടെയൊന്നും യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. 40 ബോർഡ് 4, 3, 2, 1 പോയാൽ പോലും ഒരു തരത്തിലും ഒരു വെൽഫെയർ ആക്ടിവിറ്റിയിലും കുറവ് വരില്ല. കാരണം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ 3-4 സ്റ്റാഫിന് കൂടുതൽ കൊടുക്കാം ആകപ്പാടെ. അങ്ങനെ ഒരൊറ്റ വൈസ് ചെയർമാൻ മതി, ഒരൊറ്റ കാറ് മതി. അങ്ങനെ ചെലവുകൾ 40-ൽ 1 ചുരുങ്ങും, ഒറ്റ വൈസ് ചെയർമാനും ഒറ്റ കാറും ഒക്കെ ആയിട്ട് ചുരുങ്ങുമ്പോഴേക്കും. അപ്പോൾ ആ തരത്തിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും കെടുകാര്യസ്ഥത ഇല്ലാതെയാക്കുകയും ദുർച്ചെലവ് കുറച്ചുകൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് നല്ല ഭരണത്തിൻ്റെ ഏറ്റവും വലിയ മോഡലായി മാറും. അത്തരം ഒരു മോഡൽ വളർത്തിയെടുക്കാൻ ശ്രീ സതീശന് കഴിയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അഭിലഷിക്കുന്നതും. അതുപോലെ ചെലവ് ചുരുക്കി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണത്തിൽ വരേണ്ട കുറവ്, അതായത് ഇപ്പോൾ 20 മുതൽ 30 വരെയാണ് പേഴ്സണൽ സ്റ്റാഫ് ഓരോ മന്ത്രിക്കും കൂടെയുള്ളത്. അത് നമ്മൾ ഓർക്കേണ്ടത്, ക്യാബിനറ്റ് മന്ത്രിക്ക്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിലെ ക്യാബിനറ്റ് മന്ത്രിക്ക് 16 പേഴ്സണൽ സ്റ്റാഫാണുള്ളത്. പിന്നെ എന്തിനാണ് ഒരു സംസ്ഥാനതല മന്ത്രിക്ക് 30 പേഴ്സണൽ സ്റ്റാഫ്? 33 പിണറായി വിജയൻ സഖാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം. എന്തുകൊണ്ടാണ് അത് 15 ചുരുക്കാൻ പറ്റാത്തത്? ക്യാബിനറ്റ് മന്ത്രിക്ക്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് 16 മാത്രം ഉള്ളപ്പോൾ അങ്ങനെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം ചുരുക്കുന്നത് കൊണ്ട് തന്നെ, അതായത് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്
2 വർഷം കഴിയുമ്പോൾ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുമായിരുന്നു. അതായത് ഈ പിൻവാതിൽ നിയമനം വരുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ്റിൽ നിന്നാണ് പേഴ്സണൽ സ്റ്റാഫിനെ എടുക്കുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് പോലുള്ള ആനുകൂല്യങ്ങളും ശമ്പളവും ഒക്കെ മതി, പുതുതായിട്ട് ചിലവ് വരുന്നില്ല. പക്ഷേ ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് എടുക്കുന്ന അല്ലെ നല്ല ഒരു ഭാഗവും പിൻവാതിൽ വഴി വരുന്നവരായിരിക്കും. അതായത് ആ രാഷ്ട്രീയ മന്ത്രിയുടെ വേണ്ടപ്പെട്ടവരായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നിലവിലിരുന്ന നിയമം അനുസരിച്ച് 3 വർഷം പേഴ്സണൽ സ്റ്റാഫായിട്ട് നിന്നാൽ പിന്നെ ആജീവനാന്ത പെൻഷൻ എന്നായിരുന്നു. പക്ഷേ അത് പിണറായി സർക്കാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 2 വർഷവും 1 ദിവസവും സേവനം അനുഷ്ഠിച്ചാൽ ജീവിതകാലം മുഴുവനും പെൻഷൻ എന്നുള്ളൊരു ആക്കി മാറ്റി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു? അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? പിണറായി വിജയൻ ഗവൺമെൻറ് 2 പേരെയെങ്കിലും ഓരോ മന്ത്രിയുടെ കൂടെയും പേഴ്സണൽ സ്റ്റാഫായിട്ട് വെച്ച് ആജീവനാന്ത പെൻഷൻ അർഹതയുള്ളവരാക്കി മാറ്റി. അതിനുവേണ്ടിയാണ് 2 ദിവസവും 1 ദിവസവും 2 വർഷവും 1 ദിവസവും വർക്ക് ചെയ്താൽ പെൻഷൻസ് ക്വാളിഫിക്കേഷനായി പെൻഷൻ എലിജിബിളായി എന്നുള്ള ഒരു നിയമം ഉണ്ടാക്കിയത്. അപ്പോൾ ഈ തരത്തിൽ ഒന്ന് ഓർത്തു നോക്കണം. 30 പേഴ്സണൽ സ്റ്റാഫ്, ഈ 30 പേഴ്സണൽ സ്റ്റാഫിൽ 20 പേരെങ്കിലും ഗവൺമെൻറ്റിൽ നിന്നുള്ളവരല്ല, പുറത്തു നിന്നുള്ളവരാണ്. അപ്പോൾ ഈ 20 പേരെ 2 വർഷം 1 ദിവസം കഴിയുമ്പോൾ മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവരും. എന്തിനാണ്? അവർക്ക് ആജീവനാന്ത പെൻഷൻ കിട്ടാൻ വേണ്ടിയാണ്. ആജീവനാന്ത പെൻഷൻ എന്ന് വെച്ചാൽ DA എർണസ് അലവൻസിൻ്റെ വർധനവിനനുസരിച്ച് പെൻഷനും കുറേശ്ശെ കൂടി അവരുടെ ജീവിതം ഭദ്രമായി തീരുന്നു. അത് ഭദ്രമാക്കാനാണ് ഇങ്ങനെ കൂടുതൽ പേഴ്സണൽ സ്റ്റാഫിനെ എടുക്കുന്നതും അതിന് 2 വർഷം കഴിയുമ്പോൾ അവരെ മാറ്റിയിട്ട് വേറെ ആളെ കൊണ്ടുവരുന്നതും ഒക്കെ. ഇത്തരം മാമാങ്കങ്ങളൊക്കെ പൊതുജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മാമാങ്കങ്ങൾ നിർത്തി നേരെ ഭരിച്ച് ജനങ്ങളെ തൃപ്തരാക്കണം. അതാണ് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട നേതാവിൻ്റെ ദൗത്യം. അങ്ങനെ ജനഹിതത്തിനനുസരിച്ച്, അതായത് നമ്മുടെ ഖജനാവ് empty ആണ്. ആ empty ഖജനാവിനെ നിറയ്ക്കുകയാണ്. നിറച്ച ഖജനാവിൽ നിന്ന് എല്ലാ ജനങ്ങളുടെയും താല്പര്യമനുസരിച്ച് ഭരിച്ച് സദ്ഭരണം കാഴ്ചവെക്കുകയാണ് തൻ്റെ കർത്തവ്യമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന VD സതീശൻ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഈ പേഴ്സണൽ സ്റ്റാഫ് നിയമനത്തിലും നിയന്ത്രണം പാലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.